കൊച്ചു കൂട്ടുകാർക്കും കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം സുഖമല്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ കൂട്ടുകാരെ. ആദ്യത്തെ സെഗ്മെന്റാണ് കൃഷിപ്പാടം. രണ്ടാമത്തെ സെഗ്മെന്റാണ് കുട്ടിപ്പാചകം. മൂന്നാമത്തെ സെഗ്മെന്റാണ് അന്നമോളും കാവൽമാലാക്കിയും. നാലാമത്തെ സെഗ്മെന്റാണ് ഉണ്ണിക്കഥകൾ. അഞ്ചാമത്തെ സെഗ്മെന്റാണ് നല്ല ശീലങ്ങൾ. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ആദ്യത്തെ സെഗ്മെന്റാണ് കൃഷിപ്പാടം. ഇന്ന് കൃഷിപ്പാടത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. കൃഷിപ്പാടം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ക്യാപ്സിക്കം എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് പഠിച്ചാലോ. ക്യാപ്സിക്കം എന്ന ജനുസിൽപ്പെട്ട ഒരിനം മുളകാണ് ക്യാപ്സിക്കം. ചില രാജ്യങ്ങളിൽ ഇതിനെ പെപ്പർ, ബെൽ പെപ്പർ, സ്വീറ്റ് പെപ്പർ എന്നീ പേരുകളിലൊക്കെയാണ് വിളിക്കുന്നത്. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമെല്ലാം ഈ മുളകിനെ ക്യാപ്സിക്കം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വളരെ വലുതും എന്നാൽ എരിവ് കുറവുള്ളതുമായ മുളകാണ് കൂട്ടുകാരെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം കൃഷി ചെയ്യാൻ ആദ്യം വേണ്ടത് അതിന്റെ വിത്തുകളാണ്. നിങ്ങൾക്കിത് കൃഷിഭവനിൽ നിന്നോ പച്ചക്കറി വിത്തുകൾ ലഭിക്കുന്ന കടകളിൽ നിന്നോ വാങ്ങാൻ സാധിക്കും. ഇനി അങ്ങനെയൊന്നും വിത്തുകൾ ലഭിക്കുന്നില്ലെങ്കിൽ നല്ല മൂത്ത ക്യാപ്സിക്കം നോക്കി വാങ്ങിയതിനു ശേഷം അത് നടുവേ പിളർന്ന് ഉള്ളിൽ നിന്നും വിത്തുകൾ എടുക്കാവുന്നതാണ്. ഇങ്ങനെ ലഭിച്ച വിത്തുകൾ വെയിലത്ത് വെച്ച് 1-2 മണിക്കൂർ ഉണക്കുന്നത് നന്നായിരിക്കും. അടുത്ത പടിയായി നമുക്ക് ക്യാപ്സിക്കം നടാനുള്ള മിശ്രിതം ഒരുക്കിയെടുക്കാം. അതിനായി ആദ്യം തന്നെ മണ്ണും മണലും ഏതെങ്കിലും ജൈവവളവും തുല്യ അളവിലെടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ മിശ്രിതം ഗ്രോ ബാഗിൽ നിറയ്ക്കാം. അതിനുശേഷം ക്യാപ്സിക്കത്തിന്റെ വിത്തുകൾ ഇടാം. അല്പം മണ്ണ് വിതറിക്കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം കുറേശ്ശെ തളിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിത്ത് മുള പൊട്ടും. തൈ വളർന്ന് ഏകദേശം 10-15 സെന്റിമീറ്റർ നീളമാകുമ്പോൾ കരുത്തുള്ള നല്ല തൈകൾ മാത്രം എടുത്ത് മറ്റൊരു സ്ഥലത്ത് നടാം. 1-2 തൈകൾ മാത്രമേ നടാവൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലചുരുട്ടിപ്പുഴു, ഇലയിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുമാണ് ക്യാപ്സിക്കത്തിന്റെ പ്രധാന ശത്രു. പുഴുവും കീടങ്ങളും ഉള്ള ഇലകൾ നശിപ്പിച്ച് കളഞ്ഞതിനു ശേഷം ഏതെങ്കിലും ജൈവ കീടനാശിനി ഇലകളിൽ തളിക്കുന്നത് നല്ലതാണ്. ക്യാപ്സിക്ക ചെടി വളർന്ന് പൂവിടാൻ തുടങ്ങിയാൽ ചെടിയെ കൂട്ടുകാരെ, ക്യാപ്സിക്കം എങ്ങനെ കൃഷി ചെയ്യേണ്ടതെന്ന് കൂട്ടുകാരെല്ലാരും പഠിച്ചില്ലേ? നിങ്ങൾ ഇത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. കൂട്ടുകാരെ, ഞാൻ നീലക്കുഴി. എനിക്ക് നീലനിറം ആയതുകൊണ്ടാട്ടോ എന്നെ എല്ലാവരും നീലക്കുഴി എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്റെ പേര് പർപ്പിൾ സാംസൺ. കോഴിയുടേതിന് സമാനമായ വലിപ്പവും രൂപവുമുള്ള ഞങ്ങൾ താറാവുകളെ പോലെ ജലാശയങ്ങളിലാണ് ജീവിക്കുന്നത്. റാലിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ പക്ഷിയാണ് ഈ നീലക്കുഴി. കേരളത്തിൽ സ്ഥിരതാമസക്കാരാട്ടോ ഈ നീലക്കുഴികൾ. തീരപ്രദേശങ്ങളിലെ വയലുകൾ, ചതുപ്പുകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ഞങ്ങളെ നിങ്ങൾക്ക് കൂടുതലായും കാണാൻ സാധിക്കുന്നത്. എങ്കിലും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളും
കണ്ണൂർ ജില്ലയിലെ ചതുപ്പ് പ്രദേശങ്ങളും ഒക്കെ ഞങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളാണ്. നീലനിറം കൂടുതലായുള്ള ഞങ്ങളുടെ നെറ്റിയും ചുണ്ടും കാലുകളും ചുവപ്പ് നിറത്തിലാണ്. ചെറിയ വാലുകളാണ് ഞങ്ങളുടേത്. മാത്രമല്ല വാലിന്റെ അടിവശം വെള്ള നിറത്തിലുമാണ്. ഞങ്ങൾ നീലക്കോഴികളിൽ വെച്ച് ആണിനെയും പെണ്ണിനെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും നിറം ഒന്നാണ്. ഞങ്ങൾ നീലക്കോഴികൾ കൂട്ടമായാണ് കണ്ടിരിക്കുന്നത്. പിന്നെ പല രാജ്യങ്ങളിലുമുള്ള നീലക്കോഴികളുടെ നീലനിറത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. ചിലർക്ക് കറുപ്പും ചിലർക്ക് ചാരനിറവും കലർന്ന നിറമാണ് ഉള്ളത്. പരുപരുത്ത ശബ്ദമാട്ടോ ഞങ്ങൾക്കുള്ളത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലമാണ് ഞങ്ങളുടെ പ്രജനന കാലം. വെള്ളത്തിന് മുകളിൽ പുല്ലുകൾ കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ കൂട്. സാധാരണയായി 3 മുതൽ 6 വരെ മുട്ടകളാണ് അമ്മ നീലക്കോഴി ഇടുന്നത്. ചിലപ്പോൾ ഇത് 12 മുട്ടകൾ വരെ ആകാറുണ്ട്. 23 മുതൽ 27 വരെ ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരും. കുഞ്ഞു നീലക്കോഴിയുടെ ശരീരം കറുത്ത രോമങ്ങളാൽ നിറഞ്ഞതായിരിക്കും. കുറച്ചു ദിവസം കൂടി അമ്മയും കുഞ്ഞുങ്ങളും കൂട്ടിൽ ജീവിക്കും. പിന്നീട് 10-14 ദിവസങ്ങൾക്കുള്ളിൽ തീറ്റ തേടി അവർ പുറത്തേക്ക് പോകും. എങ്കിൽ കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ. ഇതൊക്കെയാ കൂട്ടുകാരെ ഈ നീലക്കോഴിയുടെ കഥ. അടുത്ത സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. ഇന്ന് നമ്മളെ മീര എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കുട്ടിപ്പാചകം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വട കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ നമുക്കിന്ന് മധുരക്കിഴങ്ങ് വെച്ച് ഒരു വട ഉണ്ടാക്കാൻ പഠിച്ചാലോ. മധുരക്കിഴങ്ങ് വട, അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ മധുരക്കിഴങ്ങ് വട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായി നമുക്ക് വേണ്ടത് മധുരക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് 2 കപ്പ്, ചുരണ്ടിയ തേങ്ങ 1/2 കപ്പ്, സവോള കൊത്തിയരിഞ്ഞത് 1/2 പകുതി, ഉണക്കമുളക് ചതച്ചത് 1 ടീസ്പൂൺ, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില പൊടിയെ അരിഞ്ഞത് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം കുഴയ്ക്കാൻ ആവശ്യത്തിന്, എണ്ണ. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് തേങ്ങയും സവോളയും ഒരു ബൗളിലേക്ക് ഇടാം. അടുത്തതായി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉണക്കമുളകും ഇഞ്ചിയും ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയും കായവും കറിവേപ്പിലയും ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർക്കാം. അവസാനമായി നമുക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഉരുട്ടി വടയുടെ ആകൃതിയിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് വടകൾ തിളച്ച എണ്ണയിൽ വറുത്തെടുക്കാം. ഇനി നമുക്ക് വടകൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ വടയുടെ ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ വട റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കോരിയെടുക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് വട റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ഇത് എത്ര ഈസി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയതെന്ന്. പിന്നുണ്ടല്ലോ കൂട്ടുകാരെ, നല്ല എരിവുള്ള ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഈ വട സൂപ്പറാട്ടോ. അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂലോ.
ഉണ്ടാക്കിയ വിഭവം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ തീർച്ചയായും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണേ. അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖയും. ഇന്ന് കുസൃതി കുടുക്കയായ അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമോളും കാവൽ മാലാഖയും. എന്റെ അന്നമോൾ എന്നെ വിളിച്ചേ? അതൊരു സംശയം ചോദിക്കാനായിരുന്നു. ഓഹോ, എന്താണാവോ എന്റെ അന്നമോളെ കുടുക്കിയ ആ സംശയം? ഒന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എങ്ങനെയാ മാലാഖേ ഗുഹകൾ ഉണ്ടായത്? മാലാഖ എന്തിനാ ചിരിക്കുന്നേ? അത് അന്നമോളുടെ സംശയം കേട്ടിട്ടാ. ഞാൻ ചോദിച്ച സംശയത്തിന് എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലേ? അപ്പോ പിന്നെ എന്റെ അന്നക്കുട്ടി, നീ ഓടി വന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഏതാണ്ട് വലിയ ഒരു സംശയമാണെന്ന്. അതെന്താണെന്ന് അറിഞ്ഞപ്പോ അല്ലേ മനസ്സിലായേ ഇതൊരു നിസ്സാര സംശയമാണെന്ന്? എനിക്കറിയാൻ പാടില്ലാത്തോണ്ടല്ലേ ഞാൻ മാലാഖയോട് ചോദിച്ചത്. അപ്പോഴേക്കും എന്റെ അന്നമോളി കാവൽ മാലാഖയോട് പിണങ്ങിയോ? ഇല്ല. എന്നാ ഒന്ന് ചിരിച്ചേ മാലാഖയുടെ സുന്ദരിക്കുട്ടി. അത് പോട്ടെ, എന്റെ അന്നമോൾ ഗുഹ എങ്ങനെയാ ഉണ്ടായെന്ന് ചോദിച്ചേ? എന്റെ ക്ലാസ്സിൽ അലീന പറയാ അവളുടെ വീടിന്റെ അടുത്ത് വലിയൊരു ഗുഹയുണ്ടെന്ന്. അത് ശരിയായിരിക്കാം. ആണെന്നേ, അവിടെ പണ്ട് പുലി ഉണ്ടായിരുന്നെന്ന് അവള് പറയുന്നേ. പണ്ട് മിക്ക മൃഗങ്ങളും വസിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു. മൃഗങ്ങൾ മാത്രമായിരുന്നില്ല അക്കാലത്ത് ഗുഹയിൽ താമസിച്ചിരുന്നത്. മനുഷ്യന്റെയും ആദ്യകാലത്തെ വീടുകൾ ഗുഹകളായിരുന്നു. പിന്നെ ഈ ഗുഹകൾ എങ്ങനെയാ ഉണ്ടായതെന്നല്ലേ ഇനി അറിയേണ്ടത്? അതേലോ. ലോകത്തിലെ മിക്ക ഗുഹകളും ചുണ്ണാമ്പ് കല്ലുകൾ പൊടിഞ്ഞും കുഴിഞ്ഞും രൂപം കൊണ്ടവയാണ്. താരതമ്യേന കട്ടി കുറഞ്ഞ പാറകളാണ് ലൈം സ്റ്റോണുകൾ. വീര്യം കുറഞ്ഞ ഒരാസിഡിന് പോലും അവയെ അലിയിക്കാനാവും. അങ്ങനെ ഒരു ആസിഡിന്റെ ഫലമുണ്ടാക്കാൻ മഴവെള്ളത്തിനാകും. അന്തരീക്ഷത്തിൽ നിന്നും മണ്ണിൽ നിന്നും മഴവെള്ളത്തിൽ കലരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് വെള്ളത്തെ കാർബോണിക് ആസിഡാക്കി മാറ്റുന്നത്. അത് കൊള്ളാലോ. തുടർച്ചയായി വീഴുന്ന മഴവെള്ളം കാലക്രമേണ പാറകളിൽ നേരിയ വിള്ളലുകൾ സൃഷ്ടിക്കും. ഈ വിള്ളലുകളിലൂടെ മഴവെള്ളം അരിച്ചിറങ്ങുകയും അതോടെ വിള്ളലുകൾ വലുതാവുകയും ചെയ്യും. ക്രമേണ ഈ വിള്ളലുകൾ ടണലുകളായി മാറും. കാലം ചെല്ലുന്തോറും ഈ ടണലുകളിൽ വീണ്ടും വീണ്ടും വെള്ളം നിറയുകയും ഈ വെള്ളം ചുറ്റുപാടുമുള്ള പാറകളെ അല്പാൽപമായി കാർന്നു തിന്നുകയും ചെയ്യും. എന്റെ അമ്മേ. അങ്ങനെ ഭൂമിക്കടിയിലെ ആ മുറി വിശാലമായ ഗുഹകളായി മാറും. ഇതൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഏറ്റവും വലിയ ഗുഹ എവിടെയുള്ളത്? മലേഷ്യയിലെ ബോർണിയോ ദ്വീപിലുള്ള സാർവത് സോംബറാണ് ഏറ്റവും വലിയ ഗുഹ. ഇതിന് ഏകദേശം 800 ടെന്നീസ് കോർട്ടിന്റെ വലിപ്പമുണ്ട്. ഏറ്റവും ആഴമുള്ള ഗുഹ ജോർജിയയിലുള്ള വെറോനിയ കേവ് ആണ്. 2191 മീറ്ററാണ് ഇതിന്റെ ആഴം. അതായത് 600-ലേറെ നിലകളുള്ള ഒരു കെട്ടിടം ഈ ഗുഹയ്ക്കുള്ളിൽ ഇറക്കി വെക്കാമെന്ന്. ഏറ്റവും കൂടുതൽ ഗുഹയുള്ള രാജ്യമേതാ? റുമേനിയ. ചെറുതും വലുതുമായ 12,000-ലധികം ഗുഹകൾ റുമേനിയയിൽ നിന്നുണ്ട്. പണ്ടുകാലത്ത് മനുഷ്യർ ചിത്രങ്ങൾ ഗുഹകളിൽ വരച്ചിരുന്നു. അവർ കണ്ടതോ വേട്ടയാടിയതോ ആയ മൃഗങ്ങളുടെയും മറ്റും ചിത്രങ്ങൾ കല്ലും മണ്ണും കരിയും മരക്കറിയും ഒക്കെ ഉപയോഗിച്ച് ഗുഹകളിൽ വരച്ചു. എനിക്കിതൊക്കെ ചെന്ന് അലീനയെടുത്ത് പറയണം. അതിനെന്താ, പറഞ്ഞോട്ടോ. എന്നാ ഞാൻ പോട്ടെ മാലാഖേ. ശരി എന്നെ മോളെ. ബൈ മാലാഖേ. ബൈ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം ഗുഹയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. ഇന്ന് ആരായിരിക്കും കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഉണ്ണിക്കഥകൾ.
ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സൂത്രക്കാരനായ ഗില്ലു. മഹാവികൃതി കുട്ടിയായിരുന്നു ഗില്ലു. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അന്യന്റെ വസ്തുക്കൾ മോഷ്ടിക്കുക തുടങ്ങിയവയായിരുന്നു അവന്റെ ഇഷ്ടവിനോദങ്ങൾ. അവന്റെ അയൽവക്കക്കാരിയാണ് ചിന്നമ്മ. ചിന്നമ്മയ്ക്ക് വലിയൊരു കോഴിക്കൂടും അത് നിറയെ കോഴികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഗില്ലുവിന് തോന്നി കുറെ മുട്ടകൾ സ്വന്തമാക്കണമെന്ന്. അവൻ ചിന്നമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ചിന്നമ്മേ, നാളെ മുതൽ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന ജോലി ഞാൻ ചെയ്തു തരാം. ചിന്നമ്മയ്ക്ക് സന്തോഷമായി. മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ള നീ നല്ല കുട്ടിയാണ്. അമ്മുമ്മ ഗില്ലുവിന് നന്ദി പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് മുതൽ എന്ത് സംഭവിച്ചതെന്നോ? കോഴിക്കോട് വൃത്തിയാക്കാന്ന് പറഞ്ഞ് കോഴിക്കോട്ടിലേക്ക് കയറിയ ഗില്ലു തിരികെ പോകുമ്പോൾ കുറെ മുട്ടകൾ മോഷ്ടിച്ചു. കോഴിക ഗില്ലുവിന്റെ സൂത്രം കണ്ടുപിടിച്ചു. ഗില്ലുവിന് ഇങ്ങനെ വിട്ടു പറ്റില്ല. ഗില്ലുവിനൊരു പാഠം പഠിപ്പിക്കണമെന്ന് കോഴികൾ തീരുമാനിച്ചു. പിറ്റേന്ന് ഗില്ലു കോഴിക്കുട്ടിൽ കയറി മുട്ട പറക്കാൻ തുടങ്ങിയതും കോഴികൾ ഒരുമിച്ച് കൊക്കർക്കോന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. തന്റെ കോഴികൾക്ക് എന്തോ സംഭവിച്ചതെന്ന് കരുതി ചിന്നമ്മ ഓടിയെത്തി. അപ്പോഴല്ലേ ഗില്ലുവിന്റെ സൂത്രം ചിന്നമ്മക്ക് മനസ്സിലായത്. ഗില്ലുവിന്റെ കൈ നിറയെ മുട്ടകൾ. ഹമ്പടാ, നീ മുട്ട മോഷ്ടിക്കുകയാണല്ലേ? ചിന്നമ്മ ചോദിച്ചു. ഗില്ലുവിനാകെ വിഷമായി. ഗില്ലു, നിനക്ക് മുട്ട വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോലെയായിരുന്നു. മോഷ്ടിക്കുന്നത് ചീത്ത കാര്യമാണെന്ന് അറിയില്ലേ? അതോടെയും കേട്ടപ്പോൾ ഗില്ലു കരയാൻ തുടങ്ങി. ചിന്നമ്മ അവനെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ഇനി മേലിൽ ആരെയും ഒന്നും മോഷ്ടിക്കരുത്. ഗില്ലു സമ്മതിച്ചു. ഈ കഥയിലെ ഗുണപാഠം എന്റെ കൂട്ടുകാർക്ക് മനസ്സിലായോ? അന്യന്റെ വസ്തുക്കൾ മോഷ്ടിക്കരുത്. കൂട്ടുകാരെ, ഇന്നത്തെ ഉണ്ണിക്കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായല്ലോ. നല്ല മെസ്സേജ് ഉള്ള കഥയായിരുന്നില്ലേ അത്? കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. ഇന്ന് നല്ല ശീലത്തിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നല്ല ശീലങ്ങൾ. കൂട്ടുകാരെ, ക്രിസ്മസ് കാലമല്ലേ? നോയമ്പൊക്കെ നിങ്ങൾ എടുക്കുന്നില്ലേ? നോയമ്പൊക്കെ കഴിഞ്ഞ് ഡിസംബർ 25-ന് പാതിര കുർബാനൊക്കെ കഴിഞ്ഞ് കുറെ ഭക്ഷണമൊക്കെ നിങ്ങൾ കഴിക്കുമല്ലോ. 25 ദിവസം നോയമ്പെടുത്തതിന്റെ ക്ഷീണം തീരാൻ മിക്കവരും തന്നെ വലിച്ചുവാരി ഭക്ഷണം കഴിക്കും. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? പഴഞ്ചൊല്ലിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുറേശ്ശെ വേണം ഭക്ഷണം കഴിക്കാൻ. വേഗത്തിൽ വലിച്ചുവാരി ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഭക്ഷണം നന്നായി ദഹിച്ചില്ലെങ്കിൽ വളരെയേറെ രോഗങ്ങളുണ്ടാവും. അത് വേണോ കൂട്ടുകാരെ? എങ്കിലിനി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ചവച്ചരച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കേട്ട കൂട്ടുകാരെ ഈ കുരങ്ങച്ചൻ പറഞ്ഞത്? കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ നല്ല ശീലം ഇഷ്ടമായല്ലോ. നല്ല ശീലത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാരും ചെയ്യണേ. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 680309, ഫോൺ 8606460033, kilikut@gmail.com. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായല്ലോ. എങ്കിൽ ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.